1 വർഷം വരെ കേടുവരാത്ത പ്രിസർവേറ്റീവ് ഉള്ള കുറുകുറു കുങ്കുറു എന്നെനിക്കറിയില്ല. ഈ തരത്തിലുള്ള ലേസും ഒക്കെ കൂടി അടിച്ച് പിന്നെ ഉള്ള ആ ഒരു നീണ്ടിട്ടുള്ള ഒരു പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ തന്നെ പൊട്ടയാട്ടോ എന്നാണ്. അതൊക്കെ അടിച്ചു വിട്ട് അവസാനം ഇതൊക്കെ വീർത്ത് അച്ഛൻ കൊണ്ടുപോവാണ് ആശുപത്രിയിൽ. ഈ തരത്തിൽ കുറെ കുട്ടികളുടെ ജീവിതം, അച്ഛന് സമ്പത്ത് വന്നു, വീട്ടിൽ സമ്പത്ത് വന്നു, കുട്ടികൾ സ്പോയിലായി. ഒരു കാലഘട്ടം വരുമ്പോൾ നമ്മൾ മനസ്സിലാവും ദാരിദ്ര്യമാണ് മനുഷ്യന് ഏറ്റവും സുഖം. കാരണം മനുഷ്യൻ അധ്വാനിക്കും, അവന് വേർപ്പുണ്ടാവും. ഇന്നിപ്പോ കേരളത്തിൽ ഇവിടെ ഉണ്ടോ അറിയില്ല, കേരളത്തിൽ ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ വേർപ്പ് കഴിക്കുന്നവരാണ്. പ്രത്യേകിച്ച് പൊറോട്ട കഴിക്കുമ്പോണ്ടല്ലോ, പൊറോട്ട അത് ശരിക്കും വേർപ്പന്നെ കഴിക്കണം. കാരണം അത് അടിക്കുന്ന സമയത്ത് വേർത്തൊഴുകി എന്ന് മാത്രമല്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ട്, ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ നോക്കും, ഈ കടയിലൊക്കെ ഇങ്ങനെ പൊറോട്ട, അധികം ബീഹാറി ബംഗാളിയാണ്. കാരണം അവനവിടെ ഇടിക്കാൻ ആരും കിട്ടുന്നില്ല. അപ്പൊ ഇവൻ ഇവിടെ വന്നിട്ട് പൊറോട്ടയൊക്കെ അടിച്ചിട്ട് അവസാനം ഇവൻ തലയിലൊക്കെ, കേരളത്തിൽ ഒരു മാധ്യത പഠിക്കുക, തലയിൽ കെട്ടുകെട്ടാൻ, അതൊക്കെ കെട്ടിയിട്ട് അവസാനം ഇവനൊക്കെ വേർത്ത് കുളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതിലിട്ട് അടിച്ച് അങ്ങനെ അതൊക്കെ ഒരു പാകപ്പെടുത്തി അവസാനം അവന്റെ ആ തലയില് ഇതുണ്ടല്ലോ പുറത്തെടുത്ത്, അതിന് ശരിക്കും നമ്മൾ വേർപ്പല്ലേ കഴിക്കുന്നത്. അതാണ് മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ആ മധുരം, അതപ്പോഴാണ് അനുഭവിക്കുന്നത്. ഈ തരത്തിൽ മനുഷ്യൻ ഇന്ന് അത്ര സുഖഭോഗത്തിൽ മുഴുകിപ്പോയി. അവന്റെ ഹെൽത്തിനെ കുറിച്ച് അവൻ പറയുന്നതല്ല. അവൻ കള്ളു കുടിച്ചു, അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ കാണൂ. ഈ ലേസ് ഗീസ് കഴിക്കുന്നത് വേറെ ഡ്രഗ്സാണ്. കാരണം അതും ഒരു തരം മനുഷ്യനെ സ്പോയിൽ ചെയ്യാൻ ആരും അറിയുന്നില്ല. ഈ തരത്തിൽ മനുഷ്യൻ അവന് കിട്ടിയ സുഖങ്ങളൊക്കെ പിന്നീട് അവന്റെ ജീവിതത്തെ ഹെല്ലിഷാക്കുന്ന, നരകമാക്കുന്ന ഒരു ജീവിതമാണോ ഇന്ന് നമ്മുടെ ചുറ്റും? കമോൺ ഈ സ്ട്രീറ്റിലൂടെ നമ്മൾ നടക്കുമ്പോൾ കുട്ടികൾക്ക് എന്തറിയാം ലൈഫിനെ കുറിച്ച്. പക്ഷെ ചെറുപ്പക്കാർ പോലും ഈ ലൈഫിനെ കൃഷ്ണൻ പറയുന്ന അവസ്ഥയിലേക്കല്ല കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആദ്യം പറയാണ്, അഗ്രേ വിഷമിവ, തുടക്കത്തിൽ വിഷമമാണ്. വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴാണത് സുഖമാകുന്നത്. സുഖം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ ഗീതയിൽ നിന്ന് തന്നെ പഠിക്കണം. കൃഷ്ണൻ എവിടെയെങ്കിലും സുഖത്തെ നിർവചിച്ചിട്ടുണ്ടോ? ഗീതയിൽ എവിടെയെങ്കിലും ഉണ്ടോ? 2-ാം അധ്യായത്തില് 66-ാം ശ്ലോകം എടുത്തു. ആ ശ്ലോകം നിങ്ങൾ മറക്കരുത്. 2nd ചാപ്റ്ററിലെ 66 ശ്ലോകം. അവിടെ കൃഷ്ണൻ സുഖത്തെ നിർവചിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സുഖം എന്നുള്ളത്? നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം എന്നാണ്. അതാണ് നമ്മൾ നിർവചനമായി മനസ്സിലാക്കുന്നത്. അശാന്തസ്യ കുതസുഖം, അതായത് അശാന്ത മനസ്കന്, അശാന്തനായിട്ടുള്ള, അശാന്തം എന്ന് പറഞ്ഞാൽ മൈൻഡ് എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള, മൈൻഡ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കുതസുഖം. എവിടെയാണ് സുഖമുള്ളത്? അപ്പൊ ഇന്ന് നമ്മൾ നോക്കൂ, നമ്മൾ സുഖം എന്ന് പറയുന്നത് മൈൻഡിനെ നമുക്ക് ഒരിടത്ത് തന്നെ പിടിച്ചു നിർത്താൻ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ അത് റിലാക്സ് ചെയ്ത് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അതൊരു സുഖകരമായ പ്രവൃത്തിയായി മാറുന്നത്. അപ്പൊ മൈൻഡിന്റെ റിലാക്സേഷനാണ്, മൈൻഡിന്റെ റിലാക്സേഷൻ തന്നെ, ആ മൈൻഡിന്റെ കംപ്ലീറ്റ് റിലാക്സേഷനാണ് ജീവിതത്തിലെ യഥാർത്ഥ സുഖം. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ മൈൻഡ് കംപ്ലീറ്റ്ലി റിലാക്സ് ആവുന്നതുകൊണ്ടാണ് ആ ഉറക്കം നമുക്കൊരു സുഖമാണ്. ഈ ആളുകൾ ഡ്രഗ്സിലേക്കും ഡ്രിങ്ക്സിലേക്കും കൂടുതൽ പോകുന്നതിന് കാരണം എന്താണ്? അതൊരു തരം നമ്പനസ് ബ്രെയിൻ ഉണ്ടാക്കുമ്പോൾ മൈൻഡ് കുറച്ച് റിലാക്സ് ചെയ്യുന്നു, കുറച്ച് ഹവേഴ്സ് അവർക്ക് റിലാക്സ് ചെയ്യും. പണ്ട് രാമകൃഷ്ണ പരമഹംസർ ഇങ്ങനെ ഭജനയിൽ അങ്ങനെ ഇൻവോൾവ് ചെയ്ത് ഒരു അദ്ദേഹത്തിന് ഒരു ട്രാൻസിലേക്കൊക്കെ പോയി അതിലങ്ങനെ ഇൻവോൾവ് ചെയ്യും. അപ്പൊ ഒരു കള്ളൂടിയൻ സ്ഥിരമായിട്ട് അവിടെ വന്നു. രാമകൃഷ്ണ പരമഹംസർ മണിക്കൂറുകൾ അതിലിങ്ങനെ ഇൻവോൾവ് ചെയ്തിരിക്കുമ്പം അവസാനം എല്ലാവരും പോയിട്ടുണ്ടാവും. രാമകൃഷ്ണ പരമഹംസർ അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ. ഇയാൾ അവിടെ ഇരുന്നിട്ട് ഒരു ദിവസം ചോദിച്ചു, പോവാതെ രാമകൃഷ്ണ പരമഹംസർ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്? കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ഇത്ര പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, എനിക്കൊരു 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് കൂടും. അങ്ങ് 3-4 മണിക്കൂർ ഇത് എന്താ രഹസ്യം? ഇപ്പൊ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ അതിന്റെ ബ്രാൻഡിന്റെ പേര് ഞാൻ നാളെയും വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് നിരുത്സാഹപ്പെടുത്തിയില്ല, പോടാ എഴുതിയിട്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ അയാൾ കണ്ടിന്യൂസ്ലി വന്ന് ഈ ഭജനയിലൊക്കെ
പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവസാനം അയാളുടെ മൈൻഡും അങ്ങനെ പിന്നെ രാമകൃഷ്ണ പരമഹംസരുടെ ആ ഓർഡറിലെ ഒരു വലിയ സന്യാസി വര്യനായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ബ്രഹ്മാനന്ദ അങ്ങനെന്തോ ആയി മാറി. അങ്ങനെയുള്ളൊരു ചരിത്രം കേട്ടു. ഈ തരത്തിൽ മനുഷ്യന് തുടക്കത്തിൽ പ്രയാസവും പിന്നീട് ദുഃഖവും. അപ്പോൾ ഒരു പ്രധാന കാര്യം പഠിക്കേണ്ടത് കോൺസെൻട്രേഷൻ പവറിന്റെ വലിയ ഏതാണ്? അതാണ് ഈ ഓങ്കാരം തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് നീട്ടി ജപിപ്പിച്ച് നമ്മളും പരിശീലിക്കണം. അപ്പൊ അതിൽ കുറേ നേരം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സേഷൻ, ഈ രണ്ട് വാക്കുകൾ നമ്മൾ പഠിക്കുക: കോൺസെൻട്രേഷൻ, റിലാക്സേഷൻ. കോൺസെൻട്രേഷൻ, റിലാക്സേഷൻ. ഈ കോൺസെൻട്രേഷൻ ആൻഡ് റിലാക്സേഷൻ അത് ക്രമേണ അത് തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ക്രമേണ ഭഗവാൻ പറയുന്നു, അഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം. ക്രമേണ മനസ്സിനെ റിലാക്സ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് വരുമ്പോൾ പിന്നെ ഏത് കാര്യത്തിലും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും. ഏത് മേഖലയിലായാലും നോക്കൂ, നിങ്ങൾ സ്പോർട്സ് ആയാലും ശരി, ഇനീഷ്യലി അതിനിത്തിരി സ്ട്രെയിൻ എടുക്കേണ്ടത് ഉണ്ടാവും. സംഗീതത്തിൽ രാവിലെ എണീറ്റ് സാധകം സാരി എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ 4 മണിക്ക് 5 മണിക്കൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേ തൊണ്ടയൊക്കെ തുറക്കും. ഈ തരത്തിൽ ഏത് മേഖലയിലായാലും നമ്മൾ തുടക്കത്തിൽ കുറച്ച് ഏത് കലാരംഗങ്ങളായിട്ട് കൊട്ടാവട്ടെ, ഇനി കഥകളിയാവട്ടെ, അല്ലെങ്കിൽ തുള്ളലാവട്ടെ, ഏത് ആർട്ടാവട്ടെ, എല്ലാറ്റിലും തുടക്കത്തിൽ അത് വളരെ പ്രയാസമാണ്. നിങ്ങൾ ഭരതനാട്യം കുട്ടികളെ പഠിപ്പിച്ചു നോക്കൂ, കാലൊക്കെ നല്ല വേദനയാണ് തുടക്കത്തിൽ, ആണോ? പെയിൻ എടുക്കും, കാരണം കാലൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് കുറെ കഴിഞ്ഞാൽ വരും. പക്ഷെ അത് പിന്നെ അതിലങ്ങനെ ഇൻവോൾവ് ചെയ്ത് അതിലൊരു ആനന്ദം കിട്ടുമ്പോൾ സമയം കടന്നു പോകുന്നത് അറിയില്ല. ഈ 2 വാക്കുകൾ കോൺസെൻട്രേഷൻ ആൻഡ് റിലാക്സേഷൻ, അതൊരു സുഖത്തിന്റെ രഹസ്യമാണ്. കോൺസെൻട്രേഷൻ ആൻഡ് റിലാക്സേഷൻ. അപ്പൊ ആ കോൺസെൻട്രേഷനും റിലാക്സേഷനും എന്തിനാണ് ഇന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ആ കോൺസെൻട്രേഷൻ ലെവൽ വളരെ കുറഞ്ഞു വരികയാണ്. കാരണം ഈ ഗഡ്ജറ്റ്സുകൾ ഉണ്ടല്ലോ, വല്ലാതെ കുട്ടികളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തു. കാരണം ഒന്ന് ബോറടിക്കുമ്പോഴേക്കും വേറെ ഒന്നിലേക്ക് നോക്കിയോ. മൈൻഡിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അത്ര പ്രയാസമാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി സ്പോർട്സിൽ പോയി കണ്ണിൽ എന്തോ കൊണ്ടു, കുട്ടിയെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച ഇവിടെ കടന്നോട്ടെ, എന്നാൽ ശരിയായിക്കോളും. അങ്ങനെ അവനെ ഒരാഴ്ച കണ്ണിനാണ് ഓപ്പറേഷൻ നടത്തി, ചെറിയ ഓപ്പറേഷൻ. പക്ഷെ കയ്യിൽ 2 കയ്യിലും ഡോക്ടർ പ്ലാസ്റ്റർ പിടിച്ചു. അപ്പൊ കുട്ടി ചോദിച്ചു, എനിക്ക് കണ്ണിനാണല്ലോ ഡോക്ടർ പ്രശ്നം, കൈക്കില്ലല്ലോ. കാരണം നീ മൊബൈൽ എടുക്കാതിരിക്കാനാണ്. നിനക്ക് പ്രശ്നം ഇപ്പൊ കണ്ണിനേക്കാൾ കൂടുതൽ കൈക്കാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾക്ക് കൈക്ക് പ്ലാസ്റ്റർ ഇടേണ്ട സമയം ആയിരിക്കുകയാണ്. കാരണം ഇതൊന്നും അടങ്ങിയിരിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഈ കോൺസെൻട്രേഷനും റിലാക്സേഷനും അത് പരിശീലിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഭഗവാൻ പറയുന്നു അമൃതോപമം. ഏതാണ് അമൃതോപമം എന്ന് പറഞ്ഞാൽ ഈ സുഖത്തിന്റെ തീവ്രത കൂടി വരും. കാരണം എന്നും നമ്മൾ ഈ കോൺസെൻട്രേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതോറും അതിന്റെ ഇന്റൻസിറ്റി ഡേ ബൈ ഡേ കൂടുകയുള്ളൂ. പിന്നീട് നമുക്കൊരു കാര്യത്തിൽ അങ്ങനെ മുഴുകിയിരിക്കാൻ വളരെ സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ ഗാർഡനിൽ പോയിട്ടിരിക്കും, അത് എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ ബീച്ചിൽ പോയി എൻജോയ് ചെയ്യണം. ഇപ്പൊ പലരും ടൂറിസം ഇപ്പൊ വളരെ കൂടിയിരിക്കുകയാണ്. ഗോവയിൽ പോകുന്നു, അല്ലെങ്കിൽ കുലു മനാലി പോകുന്നു, അല്ലെങ്കിൽ താലിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോകുന്നു. പക്ഷെ ഒരു കാര്യം ഇവരൊക്കെ മനസ്സിലാക്കുന്ന സുഖം എന്ന് പറയുന്നത്, ആ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, ആ കാണുന്നൊരു കാഴ്ചയും അതിൽ കഴിക്കുന്ന ഒരു ആഹാരമൊക്കെയാണ്, ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇതിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മളിലൊരു എൻജോയ് ചെയ്യാൻ പറ്റില്ല. പറയൂ. അപ്പൊ എനിക്ക് എന്നിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെയൊക്കെ എൻജോയ് ചെയ്യുന്നതിന് കാരണം അവിടെ എത്തുമ്പോൾ എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുന്നെങ്കിൽ ഞാൻ എന്നിൽ തന്നെ റിലാക്സ് ചെയ്തിരുന്നാലോ? കമോൺ. ഗീതയിൽ 5-ാം അധ്യായത്തില് 24-ാം ശ്ലോകത്തിൽ 5-24 കൃഷ്ണൻ പറയുന്ന ആ ഒരു കാര്യമുണ്ട്. 5-24 എന്നാണ് എൻ്റെ ഓർമ്മ. എടുത്തു നോക്കൂ. 5-ാം അധ്യായം 24. യോന്തസുഖോന്ധരാരാമ ആണോ? കറക്റ്റ് ആണോ? യോന്തസുഖോന്ധരാരാമ
തഥാന്തർജ്യോതിരേവ ച സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മ ഭൂയോപി കൽപ്പതേ. അങ്ങനെയാണോ? ബ്രഹ്മ ഭൂതോധിഗച്ഛതി. ഓക്കെ, ബ്രഹ്മഭൂതോധിഗച്ഛതി. അപ്പൊ പറയുന്നത് യോന്തസുഖോന്തരാര അന്തസുഖോന്തര അന്ത ഉള്ളില്. അപ്പൊ നമുക്ക് നമ്മളായിട്ടിരിക്കുമ്പോൾ രമണ മഹർഷിയൊക്കെ പറഞ്ഞ പോലെ ചുമ്മാതിരിക്കുന്നൊക്കെ പറഞ്ഞ ഈ ഒരു തലത്തിലാണ്, അല്ലാതെ ചുമ്മാതിരിക്കാനല്ല പറഞ്ഞത്. അവനവനിൽ തന്നെ മൈൻഡ് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, അത് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളൊന്ന് നല്ലോണം മൈൻഡിനെ പരിശീലിച്ചെടുക്കണം. അപ്പൊ ആ പരിശീലിച്ചെടുക്കണമെങ്കിൽ നമ്മളെ റെസ്റ്റ്ലെസ് ആക്കുന്നത് ആവശ്യമില്ലാത്ത തോട്ട്സുകളാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ ആ തോട്ട്സുകളെ, അതിൻ്റെ ആ ഫോഴ്സ് കുറയ്ക്കാതെ നമുക്ക് ഒരിക്കലും നമ്മളിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ സാധ്യത. ഒരാളും സത്യം പറഞ്ഞാൽ they are not a victim of their destiny, they are the victim of their own past vasanas. അപ്പൊ നമ്മളൊക്കെ പാസ്റ്റ് വാസനകളായിട്ട് വന്നവരാണ്. ആ പാസ്റ്റ് വാസനകൾ നമ്മളിൽ ഡംപ് ചെയ്തിരിക്കുന്നു. അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ പലരും റെസ്റ്റ്ലെസ് ആയി മാറുന്നത്. അപ്പൊ അതിനെ മാറ്റിയെടുക്കുക. ഏതിനെ? നമ്മളെ റെസ്റ്റ്ലെസ് ആക്കുന്ന കാര്യങ്ങളെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഡെപ്തിലേക്ക് പോകും തോറും, ഒരു കടലിന്റെ ആഴത്തിലേക്ക് പോകും തോറും മുകളിലെ മാത്രമാണ് ആ എല്ലാ തരത്തിലുള്ള തിരമാലകൾ. ഉള്ളിൽ പോകും തോറും ഇറ്റ് ഈസ് വെരി കാം ആൻഡ് ക്വയറ്റ്. ഇതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് പോകും തോറും when we go deeper and deeper, അവിടെ മുഴുവൻ ഒരു വലിയ പീസ്ഫുൾനെസ് വേൾഡാണ്. പക്ഷെ അതിലേക്ക് പോകണമെങ്കിൽ ആ മുകളിലുള്ള വാസനകളുടെ ഇൻഫ്ലുവൻസ് കുറയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ പറയണോ, അഭ്യാസം കൊണ്ട് ആർക്കത് സാധിക്കുന്നു? ആ സുഖം സാത്വികം പ്രോക്തം. എങ്ങനെയുള്ളതാണ്? ആത്മബുദ്ധി പ്രകാശകം പ്രസാദകം. ഏതാണ്? ആത്മബുദ്ധി പ്രസാദകം. ആത്മബുദ്ധി എന്ന് പറഞ്ഞാൽ അവരുടെ തോട്ട്സുകളിലല്ല അവര് ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ തോട്ട്സുകളെ അവർ ട്രാൻസെൻഡ് ചെയ്തു. നമുക്ക് ശ്രദ്ധിക്കുക, നമ്മൾ ഉറക്കത്തിൽ നമ്മുടെ മൈൻഡ് ആ ഉറക്കം എന്ന് പറയുന്ന അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്തു, അതിൽ റിലാക്സ് ചെയ്തു. അങ്ങനെ സാധിക്കുന്ന നമുക്ക് അതിൽ നമുക്ക് അങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ പല വിഷയങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന പോലെ ആർക്കാണോ തോട്ട്സുകളെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ പേരാണ് ആത്മബുദ്ധി പ്രകാശനം. അപ്പോൾ തോട്ട്സിനെ ട്രാൻസെൻഡ് ചെയ്താൽ പിന്നെ എന്താ ഉള്ളത്? ഒബ്വിയസ്ലി അവിടെ ഉള്ളത് ഒരു എനർജി മാത്രമാണ്. കാരണം തോട്ട്സ് എന്ന് പറയുന്നത് കോൺഷ്യസ് എനർജിയാണ്. തോട്ട്സ് വിട്ടാൽ പിന്നെ എന്തേ ഉള്ളൂ? തോട്ട്സ് ഈസ് എ മാനിഫെസ്റ്റഡ് ഫോം ഓഫ് കോൺഷ്യസ് എനർജി. കോൺഷ്യസ് എനർജിയുടെ ഉള്ളിലുള്ള ഒരു വൈബ്രേഷൻ മാത്രമാണ് തോട്ട്സ്. ഞാൻ ആ തോട്ട്സിനെ വിട്ടാൽ എന്തേ ഉള്ളൂ? കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കൂ, കൊച്ചു വാവകളെ നോക്കൂ, അതിന് തോട്ട്സ് ഇല്ല. പക്ഷെ ഉണർന്നിരിക്കുന്ന കുട്ടിക്ക് കോൺഷ്യസ്നെസ് ഇല്ലേ? ഉണ്ടോ? ആ കുട്ടിക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, ഏതില്ല? അപ്പൊ ആ കുട്ടി എങ്ങനെ കൂളായിട്ടിരിക്കുന്നു നോക്കൂ. ആ കുട്ടിക്ക് ഒന്നിനും സുഖം കണ്ടെത്തണ്ട, ആ കുട്ടി തന്നിൽ തന്നെ സുഖം കണ്ടെത്തണം. അതിങ്ങനെ ചിരിക്കുന്നു, അതെങ്ങനെ കിടക്കണോ, ചിരിക്കണോ, വെറുതെ ചിരിക്കുക. എന്തിനാ കുട്ടി വെറുതെ ഇരിക്കുന്നത്? അതിനങ്ങനെ ഉള്ളില്ല, പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ല, അതങ്ങനെ സുഖമായി ചിരിക്കുന്നു. ഇതുപോലെ നമുക്ക് ആ തോട്ട്സിനെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റിയാൽ നമ്മളും സുഖത്തിലാണ്. ഭാഗവതത്തിൽ 11ാം സ്കന്ധത്തില് 9ാം അധ്യായത്തില് 4ാം ശ്ലോകത്തില് കൃഷ്ണൻ ഉദ്ധവരോട് പറയും, ഈ ലോകത്തിൽ 2 കൂട്ടരാണ് ഹാപ്പി ആയിട്ടുള്ളത്. ഒന്ന് ജഡോഭാലോ യോ ഗുണൈഭ്യ പരമന ദ്വാവേമ ചിന്തയാ മുക്ത പരമാനന്ദ സംപ്ലുത. 2 പേര് ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കുന്നവർ. ഒന്ന് ജഡോഭാലോ, ഈ കുഞ്ഞുവാവണം, ബേബീസാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് യാതൊരു തോട്ട്സുകളുമില്ല. എന്നാൽ രണ്ടാമത്തത് ആരാണോ നിരന്തരം സ്ട്രൈവ് ചെയ്ത് നിരന്തരം പരിശ്രമിച്ച് ഗുണേഭ്യപരമന, ആരാണോ മൈൻഡിനെ തോട്ട്സുകളെ ആരാണോ ട്രാൻസെൻഡ് ചെയ്യാൻ പരിശീലിക്കുന്നത്, അവർക്കും കോൺഷ്യസ് ഫീലിംഗ്, ആ കോൺഷ്യസ്നെസ്സിൽ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ റിലാക്സ് ചെയ്ത് ആത്മബുദ്ധി പ്രസാദം അവരവർക്ക് അവരവരിൽ തന്നെ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ കാണിച്ചു തരാം. അത് സുഖത്തിന് വേണ്ടി വേറെ എവിടെയും
അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവേണ്ടത്? സുഖം എന്ന് പറയുന്നത് പുറത്ത് നിന്നുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്നോ ആളിൽ നിന്നോ കിട്ടുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ തന്നെ നമ്മുടെ പൈസ എത്ര സേവ് ആവുന്നത് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ. കണ്ടമാനം പൈസ നമ്മൾ അത് ഇതൊക്കെ ചെയ്തോളൂ. കണ്ണിനെ അങ്ങോട്ടാക്കലോ കണ്ണിനെ ഇങ്ങോട്ടാക്കലോ, പക്ഷെ കണ്ണവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഒരുപാട് നമ്മളൊക്കെ ഫാഷനൊക്കെ നമ്മൾ വെച്ചോളൂ, എല്ലാം വേണം. കുറെ നമ്മൾ ഈ പരിഭ്രമത്തിലൊക്കെ കാരണം നാടോടുമ്പം എല്ലാവരും കീറിപ്പൊളിഞ്ഞ പാൻറ് ഉടുക്കുമ്പോൾ നമ്മളത് ഉടുത്തോളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ കീറിയ പാൻറ് ഉടുക്കുന്നതിലൊന്നും അല്ല. അതുപോലെ എല്ലാവരും തല ഒരു ഭാഗത്ത് മാത്രം വെച്ച് ബാക്കി എല്ലാം ഷെയ്വ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെയാണ് ആനന്ദം. ഇത് ശരി ചെയ്തോളൂ. പക്ഷെ അൾട്ടിമേറ്റ്ലി വൺ ഡേ വി ഹാവ് ടു റിയലൈസ് ഇറ്റ് ഈസ് നോട്ട് ഔട്ട്സൈഡ്, ഇറ്റ് ഈസ് അന്ന് നമ്മുടെ പരിഭ്രമങ്ങളും പരാക്രമങ്ങളും എല്ലാം. അതുവരെ നമ്മൾ വിചാരിക്കും ഇതുപോലെ ചെയ്താൽ എനിക്ക് ഹാപ്പി, അതുപോലെ ചെയ്താൽ ഞാൻ ഹാപ്പി. എല്ലാവരും മറ്റുള്ളവരെ ഇങ്ങനെ എന്തിനാ മനുഷ്യൻ ഓടുന്നതെന്ന് അറിയില്ല. എല്ലാവരും ആരെങ്കിലും ഒരു റൂമർ അടിച്ചാൽ മതി, ഇന്ന ഹോട്ടലിൽ അടിപൊളി, പക്ഷെ എല്ലാം ഓടുകയും അപ്പോഴേക്കും അവിടുത്തെ ഷെഫ് വേറെ ഹോട്ടലിൽ പോയിട്ടുണ്ടാവും. പിന്നെ അവന്റെ നോക്കൂ, മനുഷ്യന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ്. ചിലർക്ക് നല്ല ബുദ്ധിയുണ്ട്, ചിലർക്ക് അത്ര ബുദ്ധിയില്ല. ഭാര്യ പറഞ്ഞു എന്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ ഇന്ന ഹോട്ടലിൽ കൊണ്ടുപോകണം, ആ ഹോട്ടൽ എക്സലന്റ് ഫുഡാണ്. ഭർത്താവ് പറഞ്ഞു ശ്രമിക്കാം. നോക്കുമ്പോൾ ഒരൊറ്റ ടേബിൾ ബുക്ക് ചെയ്യാൻ ഒരാൾക്ക് തന്നെ 1000-2000 രൂപയൊക്കെ ചാർജ്. ഇപ്പൊ ഭർത്താവ് എനിക്ക് തോന്നുന്നത് മലയാളിയാണെന്ന്, പ്രത്യേകിച്ച് എവിടുന്നാ ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ഭർത്താവ് പറഞ്ഞു ശരി. പക്ഷേ ഭാര്യയോട് പറഞ്ഞു നമുക്ക് എനിക്ക് നല്ല ഭയങ്കര വിഷമായി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഈ പാനിപൂരി അപ്പൊ അവൻ എൻ്റെ അടുത്ത് ബെറ്റ് വെച്ചു, പാനിപൂരി നീ എന്നെ തോൽപ്പിച്ച നിനക്ക് ഞാൻ 5000 rupees. ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യാം. അവസാനം പറഞ്ഞു 5000 അല്ല 10,000 ഒരു അല്ല 1000 പറഞ്ഞു നീ 50 പാനിപൂരി കഴിക്കുകയാണ്. നോക്കാം നമുക്ക് ആരാ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആള് തോൽപ്പിക്കുന്ന ആള് മറ്റാൾക്ക് പൈസ കൊടുക്കും. ആകെ എനിക്ക് 10 എണ്ണം കഴിച്ചു എൻ്റെ വയറിനാണ്. അവൻ 15 എണ്ണം കഴിച്ചെന്ന് തോൽപ്പിച്ചു. എൻ്റെ പൈസ പോയി. ഉടനെ കാര്യം 10 എണ്ണം കഴിച്ചിട്ട് പാനിപൂരി കഴിച്ചിട്ട് നിങ്ങളുടെ വയറ് എത്രയും ഫില്ലായിരുന്നോ? എന്നാൽ ഇന്ന് ഞാൻ ബെറ്റ് വയ്ക്കാം, നിങ്ങൾ 5000 rupees കഴിച്ചു. 5000 1000 നമുക്ക് ബെറ്റ് വയ്ക്കാം. അങ്ങനെ 1000 ബെറ്റ് വെച്ചു. ഭാര്യ 15 എണ്ണം അടിച്ചു, ഇയാൾ 5 എണ്ണം അടിച്ചു, 10 എണ്ണം അടിച്ചു. 1000 രൂപ കൊടുത്തുള്ളൂ. ഭാര്യ പറഞ്ഞു ഹോട്ടലിൽ പോകണ്ടെന്ന്, വയറ് നടന്നു. അയാൾക്ക് എന്നാലും ഒരു 2500 രൂപ ലാഭമാണ്. അയാളെ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണത്. ഈ തരത്തിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഈറ്റ് ഔട്ടും ഇതൊന്നും അല്ല സുഖത്തിന്റെ ഹേതു എന്ന്. അവസാനം നമുക്ക് എവിടേക്ക് തന്നെ വരേണ്ടതുണ്ട്? ഉള്ളിൽ തന്നെ. ഉപനിഷത്തില് വളരെ മനോഹരമായ ഒരു ഉപനിഷത്താണ് മുണ്ടകോപനിഷത്ത്. അവിടെ പറയും ഒരു വൃക്ഷത്തിലുള്ള 2 പക്ഷികളുണ്ട്. അപ്പൊ അതിലൊരു പക്ഷി എപ്പോഴും അസ്വസ്ഥനാണ്. സമാനം വൃക്ഷേ വൃക്ഷസ്വജാതേ. അതിൽ ഒരു പക്ഷി എപ്പോഴും അസ്വസ്ഥനാണ്. സ്വാദു അത്തി പിപ്പലം സ്വാദു അത്തി, അതെപ്പോഴും ഓരോ പഴങ്ങൾ കഴിച്ച് അതിൻ്റെയൊക്കെ വികാരങ്ങളൊക്കെ. പക്ഷെ അനസ്നൻ അന്യ അഭിജാക്ഷി, മറ്റത് വളരെ ശാന്തമാണ്. അപ്പൊ അങ്ങനെ ഈ പക്ഷി ആ മരത്തിൽ കണ്ട മറ്റൊരു പക്ഷിയുടെ ശാന്തത കണ്ട് അതിലേക്ക് ഒരു ആകർഷണം വരുമല്ലോ. ഈ ആകർഷണത്തിലേക്ക് പോയി അവസാനം ആ പക്ഷിയുടെ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ പക്ഷിയില്ല, അത് താൻ തന്നെ ആയിരുന്നു, തൻ്റെ തന്നെ റിയൽ റിഫ്ലക്ഷനാണ്. എപ്പോൾ അത് മനസ്സിലായോ വിശോകം, ആ ശോകം പോയി, തൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ ശോകങ്ങളും പോയി. ആ സമയത്ത് മനസ്സ് സുഖം, വലിയൊരു സുഖത്തിലേക്ക് എത്തിച്ചു. ഇതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സുഖം പുറത്തല്ല, സുഖം അതാണ് രാവിലെയൊക്കെ എണീക്കുമ്പോഴല്ലോ നമ്മുടെ ഉള്ളിൽ ശരിക്കും ഉറപ്പാണ്. ആ ഒരു ഉറക്കത്തിന്റെ സുഖം എവിടെയാണ്? ഉള്ളിലാണ്. അതുകൊണ്ടാണ് വീണ്ടും കുറച്ചുകൂടി ഒരു നമുക്കൊരു ഡിസയർ കുറച്ചുകൂടി ഒന്ന് ഉറങ്ങാൻ ആണോ. അത് പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിൽ വളരെ ഒരു സുഖം തോന്നും കുറച്ച്. ആരാണോ തുടക്കത്തിൽ ഇത്തിരി വിഷമവും എന്നാൽ പിന്നീട് അമൃതോപവുമായിരിക്കുന്ന ഒരു ആത്മസുഖത്തിന്റെ, അതായത് കോൺസെൻട്രേഷൻ ആൻഡ്, ഈ 2 വാക്കുകൾ മറക്കരുത്. എന്തൊക്കെയാണ്?
കോൺസെൻട്രേഷൻ ആൻഡ് റിലാക്സേഷൻ. ഇത് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ആത്മസുഖം, ഇതിനേക്കാളും വലിയൊരു സുഖം ലോകത്തിൽ ഇല്ല. എന്നാൽ അടുത്തതാരായിരിക്കണം? സാത്വികം കഴിഞ്ഞാൽ പിന്നെ രാജസം. നോക്കാം അതാരാണെന്നുള്ളത്. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസം സ്മൃതം. തത്സുഖം രാജസം. ഈ സുഖത്തെ കൃഷ്ണൻ വിളിക്കുന്നത് രാജസം. ഇതിന്റെ പ്രത്യേകതയാണ് അഗ്രേ അമൃതോപമം. അഗ്രേ മീൻസ് ബിഗിനിങ്, തുടക്കത്തിൽ, ആരംഭത്തിൽ. അമൃതോപമം വെരി എക്സൈറ്റിംഗ് ആണ്. എന്നാൽ പരിണാമേ വിഷമിവ, അവസാനം വിഷമം, പല ദുഃഖങ്ങൾ. നോക്കൂ നിങ്ങൾ, ഇന്നത്തെ സുഖം എന്ന് പറയുന്നത് ഇതാണ്. ഏതാണത്? വിഷയേന്ദ്രിയ സംയോഗ സുഖം. ഇതാണ് വിഷയേന്ദ്രിയ സംയോഗം സുഖം. ഈ കുട്ടികളെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ ഒരു സുഖത്തിലാണ്. അവർക്ക് ആ ഭക്ഷണത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റ്. പിസ്സ എന്ന് പറയുമ്പോഴേക്കും അവർ ചാടി വീഴുന്നു, പാസ്ത എന്ന് പറയുമ്പോഴേക്കും അവർ വീഴുന്നു. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ക്രമേണ ഇന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം, ഇതെല്ലാം ഈ മൈദയൊക്കെ അടിച്ചടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ അത് ഇൻഡസ്റ്റൈൻ സിസ്റ്റത്തിനെ മുഴുവൻ ഡാമേജ് ചെയ്ത് അവസാനം പലതരത്തിലുള്ള രോഗങ്ങൾ വന്ന് ഒരു കാര്യവും ആസ്വദിക്കാൻ പറ്റാത്തവരെ. ഇപ്പൊ നോക്കൂ, ചെറുപ്പത്തിലെ ഷുഗർ കയറി പിടിച്ചു കഴിഞ്ഞാൽ മധുരം ആസ്വദിക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു. ഉണ്ടാവില്ല? അങ്ങനെ മനുഷ്യൻ ചെറുപ്പത്തിൽ തന്നെ അവന്റെ കഴിവിനെ, ഇന്ദ്രിയ കഴിവിനെ ഇല്ലാതാക്കുക. അപ്പൊ നോക്കൂ, നമ്മൾ പ്രായമാകും തോറും നമുക്കറിയാം, കുട്ടികൾക്കത് അറിയില്ല, പ്രായമാകും തോറും മനുഷ്യന്റെ സെൻസ് ഓർഗൻസിന്റെ കഴിവുകൾ കുറയുകയാണ്. അപ്പൊ ആ സുഖങ്ങളൊക്കെ കുറയുന്നു എന്ന് മാത്രമല്ല, ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് പണ്ടത്തേതിനേക്കാളും ഒരു ഈച്ചാകുമ്പോൾ കൂടുകയാണ്. ബ്ലഡ് പ്രഷർ ലെവൽ, കൊളസ്ട്രോൾ ലെവൽ, ഇതൊക്കെ നമുക്ക് കൂടി വരും. നേരത്തെ തന്നെ സ്പോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ലൈഫ് സ്പാൻ കുറേയും കൂടി കുറഞ്ഞ് അവർക്ക് ജീവിതം എൻജോയ് ചെയ്യാനുള്ള കഴിവും. ആ കുട്ടികൾ അവസാനം എവിടേക്കാ പോവാന്നറിയോ? ഇവരൊക്കെ അധികം എത്തിപ്പെടുന്നത് കൂടുതൽ ആൽക്കഹോളിക് ആയിരിക്കും. കാരണം മനസ്സിനെ നമ്പിയുന്ന ഒരു സുഖത്തിലേക്കായിരിക്കും അവർ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ ന്യൂജ് ആൽക്കഹോളിന്റെയും ഡ്രഗ്സിന്റെയും ഒക്കെ യൂസേജ് വളരെ കൂടിക്കൂടി വരുന്നത്. കാരണം മനുഷ്യൻ മുന്നോട്ട് പോകുന്തോറും അവന്റെ സെൻസ് ഓർഗൻസിന്റെ എല്ലാം കഴിവുകൾ, കാരണം ചെറുപ്പത്തിലെ അത് എക്സ്ട്രോവേർട്ടഡ് ആയി ഓവർ യൂസ് ആയി അതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. എല്ലാറ്റിനും പണ്ടുള്ളവർ പറയും, അധികമായാൽ അമൃതും വിഷം. ഒരു ഗ്രാജുവലി നമ്മളെല്ലാം വേണം. ഇന്നത്തെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഓക്കെ, എന്നും ഇത്തരത്തിലുള്ള ഒരു ലൈഫ് കൊണ്ടു നടക്കരുത്. അമിതമായ സ്വീറ്റും അമിതമായ കണ്ടമാനം. ഇന്നിപ്പോ നോക്കൂ, അമേരിക്കയിലൊക്കെ ധാരാളം കുട്ടികൾ അനുഭവിക്കുന്ന ഒബീസിറ്റി പോലുള്ള അസുഖങ്ങൾ, നടക്കാൻ പറ്റുന്നില്ല. ഈ തരത്തിലുള്ള ഒരു ലോകത്തിലേക്കാണ് സമൂഹത്തിൽ, എന്തോ നമ്മുടെ ഭാരതത്തിൽ അത്ര കണ്ട് വന്നിട്ടില്ല. കാരണം ഇപ്പോഴും നമ്മുടെ പാരൻസിന് ആ പഴയ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടതുമായിട്ടുള്ള ജീവിതത്തെ അവർക്ക് അറിയാം. അപ്പൊ ക്രമേണ അവർ കുട്ടികളെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അത്ര സ്പോയിലായി. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു, ഈ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലേക്കൊക്കെ വരുമ്പോഴല്ലോ, പ്രത്യേകിച്ച് മറ്റ് നോർത്ത് നിന്നൊക്കെ വരുന്ന മറ്റു കുട്ടികളുടെ ഒരു ഓവറായിട്ടുള്ള ഒരു എക്സ്ട്രോവേർട്ടഡ് ജീവിതം കാണുമ്പോൾ ആ കൾച്ചറിലേക്ക് പെട്ടെന്ന് ആകർഷിതരായി പോകും. അപ്പൊ അങ്ങനെ ആകർഷിതരായി പോകുമ്പോൾ ഈ കുട്ടി അറിയുന്നില്ല, ഇതെല്ലാം എനിക്ക് പിന്നീട് വലിയ ശാരീരികമായ പ്രശ്നങ്ങളായി മാറുന്നുള്ളത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞാൽ മാറ്റേണ്ടതുണ്ട്. ഇപ്പോഴത്തെ എഡ്യൂക്കേഷനിൽ നമ്മൾ വീടുകളിലെങ്കിലും കുട്ടികൾക്ക് അവരുടെ ഹെൽത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞു കൊടുക്കണം. എന്താണ് ശരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ഹെൽത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അതുപോലെ നമ്മുടെ മൈൻഡ് കുറെ ഇങ്ങനെയുള്ള സുഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയ സുഖങ്ങൾ ചെറുപ്പത്തിലെ അമിതമായി അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിനും ടേസ്റ്റ് ഒന്നും തോന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഒരു എക്സ്ട്രീമാണ്, വളരെ എക്സ്ട്രീമാണ്.
ആ എക്സ്ട്രീമിലേക്കാണ് പോകുന്നത് മനുഷ്യൻ. ഇപ്പൊ ഫോറിൻ നമുക്ക് കാണാം, ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആയിട്ട് അങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ ഇതൊന്നും താല്പര്യമില്ല. പിന്നെ അവര് ഫാമിലി ലൈഫൊക്കെ വിട്ട് പിന്നെ പാർട്ടികളും അതും അവര് മ്യൂസിക്കും മറ്റ് വേൾഡുകളുമായിട്ട് സ്പോർട്സുമായിട്ട് നടക്കുകയാണ്. അപ്പൊ കുറേ പേരുടെ ജീവിതം ആ ചെറുപ്പത്തിലുള്ള എക്സൈറ്റ്മെന്റോടുകൂടി തീർന്നു. എല്ലാറ്റിനും പണ്ടുള്ളവർ പറയുന്ന പോലെ മെല്ലെ തിന്നാൽ അതെന്തൊരു പ്രോവർബാണ് നോക്കും, എന്തൊരു അർത്ഥവത്താണത്. എല്ലാറ്റിനും ഒരു സ്ലോ ആൻഡ് സ്റ്റഡി അപ്രോച്ച് ഉണ്ടാവും. എല്ലാം ഒരു ഓവർ ഫ്രീഡത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാകും. എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ എന്ന്. കാരണം ഒരുപാട് ഗാഡ്ജറ്റ്സുകൾ കയ്യിലുണ്ട്, ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുണ്ട്. പണ്ടൊക്കെ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞാൽ സ്ക്രീൻ ചെയ്തിരിക്കുന്നേ വേണ്ടു, ഇപ്പൊക്കെ വീടിന്റെ മുന്നിലാണ് കട. അതേപോലെ എല്ലാ സാധനങ്ങളും ഇൻറ്റൽ ചെയ്യാനുള്ള സാധനങ്ങളും കിട്ടുമ്പോൾ അതിൻ്റെ ഒരു രസാസ്വാദനത്തിന്റെ ശക്തി കുറഞ്ഞു. അവസാനം മനസ്സ് മുഴുവൻ കംപ്ലീറ്റ്ലി ഒരു നംബ്ഡായി, മനസ്സിലൊരു മരവിപ്പ് വരും. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് യഥഗ്രേ വിഷയേന്ദ്രിയ സംയോഗം മാത്രമായിട്ടൊരു ജീവിതം അതാണ് സുഖമെന്ന് തെറ്റിദ്ധരിച്ചാൽ ആത്മസുഖം എന്നത് ബ്ലാങ്കായി മാറും. അവർക്ക് ആത്മസുഖം ഒരിക്കലും കിട്ടുകയില്ല. അവനവന് സ്വസ്ഥമായി ഉറക്കണ്ടാവില്ല. അതാണ് കുറേ കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന് മെന്റലി പലതരത്തിലുള്ള ഡിസോർഡറുകൾ വന്ന് ഡിമെൻഷ്യ അല്ലെങ്കിൽ പാർക്കിൻസൺ അല്ലെങ്കിൽ ഇപ്പൊ കാണുന്നില്ലല്ലോ നമ്മൾ കാണുന്ന ഈ കംപ്ലീറ്റ് മെമ്മറി ഒക്കെ നഷ്ടപ്പെട്ട് എന്തായാലും പറയുക അൽഷൈമേഴ്സ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങളൊക്കെ വന്ന് അവസാനം ഒരു പത്തറ്റിക് ജീവിതവുമായി ഒരു ഡിസാസ്റ്റർ